നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെക്കാൻ പോവുകയാണ്. ഐക്യ ജനതാദളിനെ പിളർത്താനുള്ള ശ്രമം മുൻപും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് കൃത്യമായി BJP സഖ്യത്തെ ഐക്യ ജനതാദൾ തള്ളിപ്പറഞ്ഞതും RJDയുമായി കൂട്ടുകക്ഷി ഉണ്ടാക്കി നിതീഷ് കുമാർ തേജസ്വിയെ ഉപമുഖ്യമന്ത്രിയാക്കിയത്. എന്നാൽ ഇത്തവണ BJP അറിഞ്ഞു കളിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഒരു വിധത്തിലും അവിടെ RJD മന്ത്രിസഭ രൂപീകരിക്കാതിരിക്കാൻ, നിതീഷ് മറ്റ് ഓപ്ഷനുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സർവത്ര കളികളും കളിച്ചു. ഇപ്പോഴിതാ കോൺഗ്രസിലെ MLA-മാരെ ഓരോരുത്തരെയും ശതകോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. MLA-മാരെ ഭീഷണിപ്പെടുത്തിയും അവരെ കൃത്യമായി വലയ്ക്കുള്ളിലേക്ക് ആക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തു തന്നെയായിരുന്നാലും ശുദ്ധ നെറുകേടാണ് 6 MLA-മാരും കാണിച്ചത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 19 MLA-മാരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കുറി അത് വീണ്ടും 3-1 കുറഞ്ഞു. ഏതായാലും നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഇളകും എന്നുള്ളത് ഉറപ്പാണ്. അവിടെ മറ്റ് കളികൾ BJP കളിക്കുന്നുണ്ട്. ലലൻ സിംഗ് എന്ന ഐക്യ ജനതാദളിന്റെ കേന്ദ്രമന്ത്രിയെ വരെ BJPയിലേക്ക് മാറ്റാൻ കളി കളിക്കുന്നുണ്ട്. 12 MPമാരാണ് JDUവിനുള്ളതെങ്കിൽ അതിൽ 7 അതിൽ കൂടുതലോ MPമാർ മറുകണ്ഠം ചാടാൻ സാധ്യതയുണ്ട്. NDAയിലേക്ക് BJPയുടെ ടാലി ഉയർത്താൻ വേണ്ടിയുള്ള കളികൾ നടക്കുകയാണ്. ഇത് TDPക്കും ബാധകമാണ്. TDP MPമാരെയും കൃത്യമായി BJP പാളയത്തിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 16 MPമാരാണ് TDPക്കുള്ളത്. നായിഡുവാണ് പാർട്ടിയുടെ അധ്യക്ഷനെങ്കിലും ഇപ്പോൾ നായിഡുവിന് തലവേദന സൃഷ്ടിക്കുന്ന നീക്കങ്ങളാണ് വരുന്നത്. പുതിയ BJPയുടെ അധ്യക്ഷനായി നിതിൻ നബീനെ അപ്പോയിന്റ് ചെയ്തത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഒരു പാവയെ ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് BJPയുടെ ചരട് വരികൾ തുടർന്ന് നടത്താൻ വേണ്ടിയാണ്. BJPയിലെ പല തലമുതിർന്ന നേതാക്കളും ഇന്ന് അവരെ സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയാതെ പാർട്ടി വിടുകയോ അപ്രസക്തരാവുകയോ ചെയ്യുന്നുണ്ട്. വസുന്ധരയെ പോലെ, മുരളി മനോഹർ ജോഷിയെ പോലെ പല നേതാക്കളും ഇന്ന് വലിയ തോതിൽ ആ പാർട്ടിയെ കെട്ടിപ്പടക്കാൻ ശ്രമിച്ചവരെല്ലാം ആ പാർട്ടി വിട്ടുപോകേണ്ട, അല്ലെങ്കിൽ പാർട്ടിയിൽ നിർവീര്യമായി പോകേണ്ട അവസ്ഥയിലേക്കാണ്. ഓരോ സംസ്ഥാനത്തും അവർ കള്ളക്കളി കളിക്കുന്നു, അധികാരം പിടിക്കുന്നു, MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്നു. നീക്കങ്ങൾ ആസൂത്രിതമായി നടത്താൻ അമിത്ഷായ്ക്ക് പ്രത്യേക ഒരു ടീം തന്നെയുണ്ട്. അവർ യുദ്ധാടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവർത്തനം പോലെ ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഒന്നും തന്നെ പ്രവർത്തിച്ചില്ലെങ്കിലും BJPയുടെയും BJP നേതാക്കളുടെയും ക്ഷേമവും ഉന്നമനവും അവർ കൃത്യമായി വെച്ചടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബീഹാറിലെ ഇമ്പാക്റ്റ് ഇതാണ്. അവിടെ പ്രശാന്ത് കിഷോർ പറഞ്ഞ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഐക്യ ജനതാദളിനെ 2 3 ഒരുപക്ഷെ പല കഷ്ണങ്ങളായി അവിടെ നിതിൻ നബീൻ പിളർത്തുകയാണ്.